ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലാന്റ് ഹോർമോൺസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. പ്ലാന്റ് ഹോർമോണിനെ പറയുന്ന മറ്റൊരു പേരാണ് പൈത്തോ ഹോർമോൺസ്. അപ്പോൾ പ്ലാന്റിൻ്റെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും പ്ലാന്റിൻ്റെ ഡെവലപ്മെൻറ്റിനും അതിനെ എൻവയോൺമെൻറ്റിൻ്റെ സ്റ്റിമുലേഷൻ അനുസരിച്ച് പ്രതികരിക്കാനും വേണ്ടിയിട്ട് പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പ്ലാന്റ് ഹോർമോൺ. പ്ലാന്റ് ഹോർമോണിനെ ബേസിക്കായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആണ് ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ഹോർമോൺസ്, സെക്കൻഡ് വൺ ആണ് ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ്. അപ്പോൾ ആദ്യം നമുക്ക് ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ഹോർമോൺസ് നോക്കാം. ഈ ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ഹോർമോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റിൻ്റെ ഗ്രോത്തും സെൽസിൻ്റെ റീപ്രൊഡക്ഷനും സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. പ്ലാന്റിൻ്റെ ഗ്രോത്തും സെൽസിൻ്റെ റീപ്രൊഡക്ഷനും സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ഹോർമോൺസിന് എക്സാമ്പിളാണ് ഓക്സിൻ, സൈറ്റോകിനിൻ, ഗിബർലിൻ തുടങ്ങിയവ. ഇനി നെക്സ്റ്റ് കാറ്റഗറിയാണ് ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ് എന്ന് പറയുന്നത്. ഇതെന്താ ഇതിൻ്റെ പർപ്പസ്? ഇത് പറയുന്നത് ഗ്രോത്ത് അവസാനിപ്പിക്കുന്ന ഹോർമോണാണ്. ഒരു പ്ലാന്റിൻ്റെ ഗ്രോത്ത് അവസാനിപ്പിക്കുന്ന ഹോർമോണിനെയാണ് ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ് എന്ന് പറയുന്നത്. ആ കാറ്റഗറിയിൽ വരുന്ന ഹോർമോൺസ് ആണ് എത്തിലിൻ, അബ്സിസിക് ആസിഡ് തുടങ്ങിയവ. എത്തിലിനും അബ്സിസിക് ആസിഡും. അപ്പോൾ ഇങ്ങനെ 5 തരം ഹോർമോൺസ് ആണ് ബേസിക് ആയിട്ടുള്ളത്. അപ്പോൾ ഓരോ പ്ലാന്റ് ഹോർമോണും അവയുടെ ഫങ്ഷൻസും നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഓക്സിൻ എന്ന് പറയുന്നത്. ഓക്സിൻ എങ്ങനെയുള്ള ഒരു ഹോർമോണാണ്? ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ഹോർമോണാണ് എന്ത്? ഓക്സിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്ലാന്റിൻ്റെ ഗ്രോത്ത് കൺട്രോൾ ചെയ്യുന്ന ഹോർമോണാണ് എന്ത്? ഓക്സിൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ പ്ലാന്റിൻ്റെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ് ഓക്സിൻ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഫങ്ഷൻസ് നമുക്ക് നോക്കാം. ഈ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ്, അതേപോലെ തന്നെ റൂട്ട് ആൻഡ് സ്റ്റംസിൻ്റെ ട്രോപ്പിസം, അതായത് അവ എൻവയോൺമെൻറ്റിലെ സ്റ്റിമുലേഷനൊക്കെ അതിനനുസരിച്ച് വളരുമല്ലോ. അപ്പോൾ ലൈറ്റ് ഉണ്ടെങ്കിൽ ലൈറ്റിൻ്റെ ദിശയിലേക്ക്, വാട്ടറിൻ്റെ ദിശയിലേക്ക് അങ്ങനെയൊക്കെ വളരുമല്ലോ. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്? റൂട്ട് ആൻഡ് സ്റ്റം ട്രോപ്പിസം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ എപ്പിക്കൽ ഡൊമിനൻസിൻ്റെ ഗ്രോത്ത്, അതായത് ആ മെയിൻ സ്റ്റമ്മിൻ്റെ ഗ്രോത്ത്, അതായത് ഈ ബ്രാഞ്ചസ് അല്ല, മെയിൻ ആയിട്ടുള്ള സ്റ്റമ്മിന് ഒരു ഗ്രോത്ത് ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഗ്രോത്ത്. അതേപോലെ തന്നെ ഫ്ലവറിൻ്റെ ഡെവലപ്മെൻറ്റ്, അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ് ഓക്സിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓക്സിൻ എന്ന് പറയുന്നത് ജസ്റ്റ് പറയുകയാണെങ്കിൽ അതൊരു പ്ലാന്റിൻ്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യണ ഹോർമോണാണ് ഓക്സിൻ എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് അതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് റൂട്ട് ആൻഡ് സ്റ്റം ട്രോപ്പിസംസിനെ ഹെൽപ്പ് ചെയ്യുക, അതേപോലെ തന്നെ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുക, അതേപോലെ എപ്പിക്കൽ ഡൊമിനൻസിൻ്റെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുക, ഫ്ലവർ ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുക. ഇതൊക്കെയാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പ്ലാന്റ് ഹോർമോണാണ് സൈറ്റോകിനിൻ എന്ന് പറയുന്നത്. സൈറ്റോകിനിൻ എന്ന് പറയുന്നതും എന്ത് ഹോർമോൺ തന്നെയാണ്? ഒരു ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ഹോർമോൺ തന്നെയാണ് അല്ലേ? അത് മെയിനായിട്ട് അതിലെന്തൊക്കെയാണ് നടക്കുന്നത്? സെൽ ഡിവിഷനും സെൽ എക്സ്പാൻഷനാണ് മെയിനായിട്ട് നടക്കുന്നത്. സൈറ്റോകിനിൻ എന്ന് പറയുന്ന പ്ലാന്റ് ഹോർമോണിൻ്റെ മെയിനായിട്ട് അതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സെൽ ഡിവിഷനും സെൽ എക്സ്പാൻഷനും ആണ് മെയിനായിട്ട് അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ സൈറ്റോകിനിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട്സിലെ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഹോർമോണാണ് എന്ന് പറയുന്നത് എന്ത്? സൈറ്റോകിനിൻ എന്ന് പറയുന്നത്. ഈ സൈറ്റോകിനിൻ എന്ന് പറയുന്ന പ്ലാന്റ് ഹോർമോണാണ് ഫ്രൂട്ട്സിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നെക്സ്റ്റ് പ്ലാന്റ് ഹോർമോണാണ് ഗിബർലിൻ എന്ന് പറയുന്നത്. അതും എന്ത് ഹോർമോൺ തന്നെയാണ്? ഒരു പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ഹോർമോൺ തന്നെയാണ്. ഇതിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? സ്റ്റം ഇലോങ്ങേഷൻ, അതേപോലെ തന്നെ ജെർമിനേഷൻ, സീഡിൻ്റെ ജെർമിനേഷൻ, പിന്നെ ഫ്ലവറിങ്, ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യണതാണ് എന്ത് പറയുന്നത്? ഗിബർലിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗിബർലിൻ എന്ന് പറയുന്ന പ്ലാന്റ് ഹോർമോണിൻ്റെ മെയിൻ ഫങ്ഷൻ എന്തൊക്കെയാണ്? സ്റ്റെം ഇലോങ്ങേഷൻ, സീഡിൻ്റെ ജെർമിനേഷൻ, ഫ്ലവറിങ്, ഇതൊക്കെയാണ് മെയിനായിട്ട് അതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പ്ലാന്റ് ഹോർമോണാണ് അബ്സിസിക് ആസിഡ്.
അബ്സസിക് ആസിഡ് എങ്ങനെയുള്ള പ്ലാന്റ് ഹോർമോണാണ്? ഇതൊരു ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് ഹോർമോണാണ്. ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് ഹോർമോണാണ് അല്ലേ? ഏത് അബ്സസിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താ പ്ലാന്റിൻ്റെ ഗ്രോത്ത്, അതേപോലെ തന്നെ ഡെവലപ്മെൻറ്റ് അതൊക്കെ കൺട്രോൾ ചെയ്യുകയാണ് എന്ത് ചെയ്യുന്നത്? അബ്സസിക് ആസിഡ് ചെയ്യുന്നത്. അപ്പോൾ അബ്സസിക് ആസിഡ് അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനിൽ ആ പ്ലാന്റിനെ യൂസ് ചെയ്യണ ഹോർമോണാണ് എന്ത് പറയുന്നത്? അൺഫേവറബിൾ ആയ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ ഓവറായിട്ടുള്ള ചൂട്, വാട്ടറിൻ്റെ പ്രോബ്ലംസ്, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് എന്ത് പറയുന്നത്? അബ്സസിക് ആസിഡ് എന്ന് പറയുന്നത്. ഇത് എന്ത് ഹോർമോൺ എന്നാണ് ബേസിക്കായിട്ട് അറിയപ്പെടുന്നത്? സ്ട്രെസ് ഹോർമോൺ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ സ്ട്രെസ് ഹോർമോൺ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ഹോർമോണാണ് അബ്സസിക് ആസിഡ്. അപ്പോൾ അബ്സസിക് ആസിഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് ഹോർമോണാണ്. പ്ലാന്റിൻ്റെ ഗ്രോത്തും ഡെവലപ്മെൻറ്റും ഒക്കെ കൺട്രോൾ ചെയ്യാണ് ഇത് മെയിനായിട്ട് ചെയ്യണത്. ഇതെന്താ മെയിനായിട്ട് ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് എന്താ? സ്ട്രെസ് അല്ലേ? സ്ട്രെസ്സുമായിട്ട് റിലേഷൻ ഉണ്ട് അല്ലേ? അതായത് സ്ട്രെസ് റെസ്പോൺസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് അതുകൊണ്ട് തന്നെ ഇതിനെ ഇങ്ങനെ അറിയപ്പെടുന്ന ഒരു സ്ട്രെസ് ഹോർമോണാണ് ആയിട്ട് ഇത് അറിയപ്പെടുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പ്ലാന്റ് ഹോർമോണാണ് എത്തിലീൻ എന്ന് പറയുന്നത്. എത്തിലീൻ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് പഴുക്കാൻ കാരണമായ ഹോർമോണാണ് എത്തിലീൻ എന്ന് പറയുന്നത്. ഫ്രൂട്ട്സ് റൈപ്പനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ് എത്തിലീൻ എന്ന് പറയുന്നത്. ഗേഷ്യസ് സ്റ്റേറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരേ ഒരു പ്ലാന്റ് ഹോർമോണും ആണ് എന്ത് പറയുന്നത്? എത്തിലീൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പ്രതികൂല സാഹചര്യങ്ങളിലുള്ള രണ്ട് ഹോർമോൺസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അധികമായിട്ട് യൂസ് ചെയ്യുന്ന തരം ഹോർമോൺസ് അല്ല ഇത് രണ്ടും. എന്നാലും നമുക്ക് അവയെക്കുറിച്ച് കൂടി ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ആണ് അപ്പോൾ ഫ്ലോറിയൻ എന്ന് പറയുന്നത്. ഫ്ലോറിയൻ എന്ന് പറയുന്നത് ഹോർമോൺ എന്ന് പറയുന്നത് ഒരു ഗ്രോത്ത് റെഗുലേറ്റർ ആണ്. മറ്റ് മുമ്പ് പറഞ്ഞിട്ടുള്ള 5 ഹോർമോൺസിൻ്റെയും പോലെ അങ്ങനെയുള്ള ഒരു ഇമ്പോർട്ടൻസ് ഇല്ല ഇതിന്. ഇതൊരു ഗ്രോത്ത് റെഗുലേറ്റർ ആണ്. ഇത് പ്ലാന്റിൻ്റെ ഡെവലപ്മെൻ്റ് ഒക്കെ ആയിട്ട് ചില സമയത്ത് അസോസിയേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് എന്ത് പറയുന്നത്? ട്രമാറ്റിൻ എന്ന് പറയുന്നത്. ഇത് ബേസിക്കായിട്ട് വർക്ക് ചെയ്യുന്നത് എപ്പോഴാണ്? ഈ പ്ലാന്റ്സിന് ഇഞ്ചുറി ഒക്കെ സംഭവിക്കുന്ന സമയത്ത് പ്രവർത്തിക്കുന്ന ഒരു ഹോർമോണാണ് ഈ ട്രമാറ്റിൻ എന്ന് പറയുന്നത്. ഈ ട്രമാറ്റിൻ എന്ന് പറയുന്നത് ടിഷ്യൂവിൻ്റെ റിപ്പയർ, അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡാമേജിന് ശേഷമുള്ള റിപ്പയറിംഗ് ആണ്. അതായത് പ്ലാന്റ്സിന് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചാൽ അതിന് ശേഷമുള്ള റിപ്പയറിങ്ങിന് യൂസ് ചെയ്യുന്ന ഹോർമോണാണ് ഈ ട്രമാറ്റിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാന്റ് ഹോർമോൺസിനെ കുറിച്ചിട്ടാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക് യു.